കൊളറാഡോയിലെ വുഡ്ലാൻഡ് പാർക്കിൽ താമസിക്കുന്ന 18 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു ജോഷ്വ മഡൂക്സ്. ഒരിക്കൽ അവൻ തന്റെ സഹോദരിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കാനിറങ്ങി. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. എന്നാൽ അവനെ കാണാതായി 7 വർഷത്തിനു ശേഷം അവന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പെടുത്തലുണ്ടായി. അതിനെക്കുറിച്ച് വിശദമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1990 മാർച്ച് 9 കൊളറാഡോയിലെ ടെല്ലർ കൗണ്ടിയിലെ പൈക്ക് നാഷണൽ ഫോറസ്റ്റിലെ വുഡ്ലാൻഡ് പാർക്കിലാണ് ജോഷ്വ ജനിച്ചത്. അവന്റെ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയിരുന്നതിനാൽ അവൻ തന്റെ മൂത്ത 2 സഹോദരിമാരുമായി പിതാവിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ജോഷ്വ തന്റെ ജീവിതത്തോട് അശ്രദ്ധമായ മനോഭാവമാണ് വെച്ചു പുലർത്തിയിരുന്നത്. അവൻ സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ ഒഴിവു സമയങ്ങളിലധികവും അവൻ ഗിറ്റാർ വായിക്കുന്നതിനായി ചെലവഴിച്ചു. സ്കൂളിൽ അവൻ മിടുക്കരായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല അവനെ എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു. ജോഷ്വയ്ക്ക് ഒരു മൂത്ത സഹോദരനുണ്ടായിരുന്നു. അവന്റെ പേര് സക്കറി മഡൂക്സ് എന്നായിരുന്നു. ഹൈസ്കൂൾ ബിരുദദാനത്തിന് ഒരാഴ്ച മുമ്പ് തന്റെ 18ാമത്തെ വയസ്സിൽ കടുത്ത വിഷാദത്തെ തുടർന്ന് അവൻ ആത്മഹത്യ ചെയ്തു. സക്കറിയുടെ മരണം ആ കുടുംബത്തെ ആകെ തളർത്തി. ഈ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജോഷ്വയായിരുന്നു. മൂത്ത സഹോദരമായി അവന് വല്ലാത്തൊരടുപ്പമുണ്ടായിരുന്നു. അവൻ ഈ വിയോഗം സഹിക്കുന്നതിനപ്പുറമായിരുന്നു. എന്നാൽ ക്രമേണ അവൻ തന്റെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരികെ വന്നു. അങ്ങനെയിരിക്കെ 2008 മെയ് 8 തന്റെ സഹോദരി കേറ്റിനോട് പറഞ്ഞിട്ട് ജോഷ്വ നടക്കാനിറങ്ങി. അവൻ എന്നും നടക്കാൻ പോകുന്നതിനാൽ അതൊരു പ്രത്യേകതയായി കേറ്റിന് തോന്നിയില്ല. എന്നാൽ ഏറെ വൈകിട്ടും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ ആശങ്കയിലായി. അവരെല്ലാവരും ക്ഷമയോടെ അവനായി കാത്തിരുന്നു. ദിവസം 1 കഴിഞ്ഞിട്ടും അവനെപ്പറ്റി ഒരറിവുമുണ്ടായില്ല. ജോഷിയുടെ അച്ഛൻ മൈക്ക് അവന്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു. പക്ഷെ ആരും അവനെ കണ്ടില്ല. അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ 5 ദിവസത്തിനു ശേഷം മൈക്ക് പോലീസിൽ പരാതി നൽകി. പോലീസ് ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ജോഷി നടക്കാൻ പോകുന്ന സമീപ പ്രദേശങ്ങളിലും സമീപത്തെ പാർക്ക് ലാൻഡിലും തിരഞ്ഞു. മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലും അവനെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല. പ്രതീക്ഷകൾ അസ്തമിച്ചു. ജോഷിയുടെ സഹോദരി കേറ്റ് അവൻ സംഗീതം വായിക്കുന്നതിനോ മറ്റൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിനോ വേണ്ടി നഗരം വിട്ടു പോയിരിക്കാമെന്ന് വിശ്വസിച്ചു. ജോഷിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടേയിരുന്നു. കേറ്റ് തന്റെ സഹോദരന്റെ തിരോധാനത്തെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമായിരുന്നു: അവൻ 18 വയസ്സുള്ള ആൺകുട്ടിയാണ്. അവൻ പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് ന്യായമായ കാര്യമാണ്. അവന്റെ മൂത്ത സഹോദരിമാരിൽ ഒരാളെന്ന നിലയിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. മുത്തശ്ശിമാരെയും അമ്മായിമാരെയും കാണാൻ ഒരിക്കൽ അവൻ തന്റെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ അവൾ തന്റെ സഹോദരനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എഴുതിക്കൂട്ടി. അങ്ങനെ ജോഷിയുടെ തിരോധാനം നടന്ന 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2015 കൊളറാഡോയിലെ സ്പ്രിംഗിൽ നിന്നുള്ള ചക്ക് മർഫി എന്നൊരാൾ 80 ഉയരമുള്ള പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ പ്രദേശമായ മെഡോലാർക്ക് ലെയിനിലെ തന്റെ പഴയ ഒരു ക്യാബിൻ പൊളിക്കാൻ പദ്ധതിയിട്ടു. 1950കളിലാണ് ചക്കിന്റെ കുടുംബക്കാർ ഈ ക്യാബിൻ വാങ്ങിയത്. ഒരു ദശാബ്ദകാലമായി ക്യാബിൻ ജീർണാവസ്ഥയിലായിരുന്നു. ചക്കിന്റെ സഹോദരൻ ഇടയ്ക്ക് അവിടെ നിന്ന് താമസിക്കുമായിരുന്നു. എന്നാൽ അയാൾ സ്ഥലം മാറി പോയതിനു ശേഷം അവിടെ താമസിക്കാൻ ആരും വരാതെയായി. എന്നാൽ ചക്ക് ഇടയ്ക്ക് അവിടെ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അവിടമാകെ വല്ലാത്ത ദുർഗന്ധമായിരുന്നു. മൃഗങ്ങളുടെ ശല്യം കൂടുതലായതിനാൽ ഏതെങ്കിലും ചക്ക മൃഗങ്ങളുടെ ദുർഗന്ധമായിരിക്കുമെന്ന് കരുതി. അങ്ങനെ 2015 അയാൾ പ്രോപ്പർട്ടി വികസനത്തിനു വേണ്ടി ക്യാബിൻ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ പൊളിച്ചുമാറ്റൽ പണി ആരംഭിച്ചു. തൊഴിലാളികൾ എക്സ്കവലേറ്റർ ഉപയോഗിച്ച് ക്യാബിനിലെ ചിമ്മിനി പൊളിക്കാൻ തുടങ്ങി. ചിമ്മിനി പൊളിച്ച് ഇന്റീരിയറിലെത്തിയപ്പോൾ അതിനുള്ളിലെ കാഴ്ച കണ്ട് തൊഴിലാളികൾ ഞെട്ടി. അവർ ഉടൻ തന്നെ ചക്കിനെ അവിടേക്ക് വിളിച്ചു. അവിടെ വന്ന് നോക്കിയ ചക്ക് ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. ആ ചിമ്മിനിക്കുള്ളിൽ ഒരു ശവശരീരം. അവർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. ആ മൃതദേഹം പരിശോധിച്ചു. ആ മൃതദേഹം അസ്ഥികൂടമായി കഴിഞ്ഞിരുന്നു. അതിന്റെ കാലുകൾ തലയ്ക്ക് മുകളിലേക്ക് വെച്ചിരുന്ന നിലയിലായിരുന്നു. പോലീസ് ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. മൃതദേഹത്തിന്റെ പരിശോധനയിൽ മൃതദേഹം 15-18 വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു ആൺകുട്ടിയുടേതാണെന്ന് കണ്ടെത്തി. കാണാതായ ആൺകുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. അവരുടെ ഡെന്റൽ രേഖകളുടെ സഹായത്തോടെ മൃതദേഹം കാണാതായ ജോഷ്വ മഡൂക്സിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ജോഷ്വയുടെ മൃതദേഹം കണ്ടെത്തിയ വാർത്ത ഞെട്ടലോടെയാണ് മഡൂക്സ് കുടുംബം കേട്ടത്. അവർക്ക് ആ വാർത്ത സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ലോകത്തെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചതിൽ കഴിഞ്ഞ സഹോദരിമാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ജോഷിയുടെ വീട്ടിൽ നിന്ന് 2 ബ്ലോക്കുകൾ മാത്രമായിരുന്നു ആ ക്യാബിനിലേക്കുള്ള ദൂരം. ജോഷിയെ അന്വേഷിച്ച് എല്ലായിടത്തും പോയെങ്കിലും
ആ ക്യാബിനുള്ളിൽ കയറി പരിശോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. റോഡിൽ നിന്ന് 50 അടിയോളം ഉയരമുള്ള പൈൻമരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ സ്ഥലത്തിന്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന ക്യാബിനായതിനാൽ ജോഷി അതിനുള്ളിൽ കിടന്ന് സഹായത്തിനായി കരഞ്ഞിരുന്നെങ്കിൽ പോലും പുറത്താരും കേൾക്കില്ലായിരുന്നു. ആൽബോൺ, ടെല്ലർ കൗണ്ടി കൊറോണർ എന്നിവരാണ് ജോഷിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. മൃതശരീരത്തിൽ ഒരു നേർത്ത തെർമൽ ഷർട്ട് മാത്രമാണ് ധരിച്ചിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അവന്റെ ഉള്ളിൽ മയക്കുമരുന്നിന്റെ അംശമൊന്നും കണ്ടെത്താനായില്ല. കഠിനമായ വീഴ്ചയുടെ ലക്ഷണങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഒടിഞ്ഞ അസ്ഥികളോ കത്തിയുടെ പാടുകളോ വെടിയുണ്ട ഏറ്റതിന്റെ മുറിവോ ഒന്നും തന്നെ അവന്റെ ശരീരത്തുണ്ടായിരുന്നില്ല. ജോഷിയുടെ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അനാസ്ഥകൾ സംഭവിച്ചു. കാരണം ജോഷിയെ കാണാതായതിനു ശേഷം സുഹൃത്തുക്കളും പരിചയക്കാരും സംശയാസ്പദമായ ഒരു വ്യക്തിയെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല അയാൾ ആ നാട്ടുകാരനും ജോഷിയുടെ പരിചയക്കാരനുമായിരുന്നു. അയാൾ ഒരിക്കൽ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പറഞ്ഞിട്ട് പോലീസ് അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല. കൂടാതെ ജോഷിയെ കാണാതായതിന്റെ അന്ന് അവൻ ആന്റി എന്നൊരു ക്രിമിനലിനോടൊപ്പം കണ്ടതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. നിരവധി കൊലക്കേസുകളിൽ പ്രതിയായിരുന്ന ആന്റി ഇപ്പോൾ ടെക്സാസ് ജയിലിൽ തടവിലായിരുന്നു. എന്നാൽ പോലീസിന് ജോഷിയുടെ കൊലപാതകത്തിൽ അവന് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനായില്ല. ആൻഡ്രൂ റിച്ചാർഡ് ന്യൂമാൻ എന്നായിരുന്നു അവന്റെ യഥാർത്ഥ പേര്. ഒടുവിൽ 2005 സെപ്റ്റംബർ 28-ന് യുക്തിസഹജമായ കാരണങ്ങളൊന്നും കണ്ടെത്താനാകാത്തതിന്റെ പേരിൽ ജോഷുവ മഡൂക്സിന്റേത് അപകട മരണമെന്ന് എഴുതി തള്ളി. ജോഷുവ മരിക്കാൻ കാരണം ഹൈപ്പോതെർമിയ കാരണമെന്ന് അവർ റിപ്പോർട്ടിൽ എഴുതി. അങ്ങനെ ജോഷുവ മഡൂക്സിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത രഹസ്യമായി ഇന്നും തുടരുന്നു.